അങ്ങനെ ഇന്ന് നമ്മുടെ ഡൽഹിയിലെ രണ്ടാമത്തെ ദിവസമാണ്. നമ്മൾ സരോജിനി മാർക്കറ്റൊക്കെ വിസിറ്റ് ചെയ്ത് തിരിച്ചെത്തി. എന്നിട്ട് ദാ നമ്മളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. നമ്മൾ നേരെ ഡൽഹി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു. അവിടുന്ന് എവിടേക്കാണ്? ജമ്മു. നമ്മൾ ജമ്മുവിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ വെൽക്കം ടു പ്രീവിയസ് ഹാപ്പിനെസ്. ഞങ്ങളവിടെ 2 ദിവസം യൂസ് ചെയ്തിരുന്ന ടിടിയിൽ അവർ തന്നെ ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഡ്രോപ്പ് ചെയ്തു. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 1-2 വീഡിയോ ഒക്കെ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ ഒന്നും നടന്നില്ല. ഡൽഹി റെയിൽവേ സ്റ്റേഷൻ ഇത്രയും തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഒന്ന് ആ പ്ലാറ്റ്ഫോമിൽ കൂടെ ഒന്നും നടക്കാൻ കൂടി പറ്റുന്നില്ല, അമ്മാതിരി തിരക്കായിരുന്നു. എങ്ങനെയൊക്കെയോ ഞങ്ങൾ ലഗേജും എല്ലാം കൂടെ, എല്ലാവർക്കും നല്ലോണം ലഗേജ് ഉണ്ടായിരുന്നു, അതൊക്കെ പെറുക്കി എങ്ങനെയൊക്കെയോ ട്രെയിനിൽ കയറി ഒന്ന് റിലാക്സ് ചെയ്ത് എല്ലാവരും ഇരിക്കുവാണ്. അത്ര ടയേർഡായിപ്പോയി. ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പം അവിടുന്ന് 1-2 സാൻഡ്വിച്ചൊക്കെ എല്ലാവരും മേടിച്ചു കയറി ഇരിക്കുവാണ്. നമുക്ക് ഇവിടുന്ന് ഡൽഹിയിൽ നിന്ന് ഒരു വൈകുന്നേരം ഒരു 3 മണിക്കോ 3:30 എന്തോ ഒരു വൈഷ്ണോദേവി ജയന്തി എക്സ്പ്രസ് വന്ദേ ഭാരതാണ്. അതിലാണ് ഞങ്ങൾ ജമ്മുവിലേക്ക് പോകുന്നത്. ജമ്മുവിൽ ഒരു 9:30 ഒക്കെ ആകുമ്പോൾ ജമ്മുവിലെത്തും. അതെ, അങ്ങനെ ട്രെയിനിൽ കയറി ഞങ്ങൾ യാത്ര ചെയ്തു. ഞങ്ങൾ കുഞ്ഞുങ്ങളൊക്കെ ട്രെയിനിൽ കയറി അപ്പം തന്നെ അവർ സെറ്റായി. അവരിതേ കളറിങ്ങും പിന്നെ അടുത്തുള്ള സീറ്റിലെ ഫ്രണ്ട്സിനെയൊക്കെ ഒപ്പിച്ച് അവർ കളിയും, അവർ ഫുൾ എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു അതിനകത്ത്. Hello guys, we have so much octopus. You and Paruchechi have. Do you know what we do with this octopus? We have to just swing it like this. Look, it's moving now. ആഗ്ര ഫോർട്ടും താജ്മഹലും ഒക്കെ കഴിഞ്ഞു. ഡൽഹിയിൽ നിന്ന് ഇപ്പം നേരെ ജമ്മുവിൽ പോകണം. ബാക്കി കളികളൊക്കെ അവിടെയാണ്. ജമ്മുവിലല്ല ബാക്കി കളികൾ. ജമ്മുന്ന് നാളെ നമ്മൾ ശ്രീനഗറിലേക്ക് പോകും. അവിടുന്ന് കാശ്മീർ പോകും. ഇവിടെ ഭയങ്കര പണിയിലാണ്. അതെ, അയാൾക്കൂടെ ഭയങ്കര പണിയിലാണ്. അയാൾ വിചാരിക്കും ഭയങ്കര ആർട്ടിസ്റ്റിക് ആയിട്ട് ചിത്രം വരയ്ക്കാന്നൊക്കെ. അതെ, അതൊന്നുമല്ല. കൊച്ചിവിടെ കളർ കൊടുക്കുകയാണ് മാജിക് പോട്ടില്. പിള്ളേരുടെ കളറിംഗ് ബുക്ക് എടുത്ത് എവിടെ പോയി കാണുന്നില്ല. ഭയങ്കര പെർഫെക്റ്റ്, സൂപ്പർ. അത് കറക്റ്റ് ആയിട്ട് കളർ കൊടുക്കുന്നുണ്ടോ നോക്കാൻ അപ്പുറത്തൊരു ടീച്ചർ ഇരിക്കുന്നുണ്ട്. ആക്ച്വലി ഞങ്ങളൊക്കെ ഭയങ്കര ടയേർഡായിരുന്നു. എൻ്റെ ഫേസ് കണ്ടാൽ തന്നെ അറിയാലോ, ഞാൻ ടയേർഡായിരുന്നു. ബാക്കിയുള്ളവരും കുറച്ചൊക്കെ ടയേർഡായിരുന്നു. ഇന്നത്തെ കളറിംഗ് ജോലികളൊക്കെ അവസാനിപ്പിച്ച് ടീച്ചർ സൈൻ ചെയ്ത് കൊടുക്കുകയാണ്. എത്ര സ്റ്റാർ കിട്ടി? ഒരു സ്റ്റാർ. കളറിംഗ് ശരിയല്ല, അതുകൊണ്ട് ഒരു സ്റ്റാറേ ഉള്ളൂ. പക്ഷെ ഇത് പെർഫെക്റ്റ് ആണ്. അപ്പൊ ടീച്ചർക്ക് അറിയത്തില്ല, കണ്ണ് കാണാൻ ടീച്ചർക്ക് കണ്ണ് കാണത്തില്ല. അപ്പൊ ഇന്നത്തെ ഗുഡ് ജോബ്. ഇനി വേറെയും ഉണ്ട്, അതും കൂടെ കാണിച്ചു തരും. എല്ലാരും കണ്ടോളൂ. എന്റെ മകൾ വന്ദേ ഭാരതിൽ ചെയ്ത ജോലിയാണ്. ഫോണിൽ നെറ്റ്വർക്ക് ഇല്ലാത്തതുകൊണ്ട് ഫോണിൽ നെറ്റ്വർക്ക് ഇല്ലെങ്കിൽ എന്തൊക്കെ ക്രിയേറ്റിവിറ്റികളാണ് അവരോട്. ഇനി അടുത്തത് ചെയ്തിട്ട് കാണിക്കാം. രാത്രി ഒരു 9:30 ആയപ്പം ഞങ്ങൾ ജമ്മുവിലെത്തി. ഇതാണ് നമ്മൾ വന്ന വന്ദേ ഭാരത് ട്രെയിൻ. അപ്പം ഞങ്ങളെ പിക്ക് ചെയ്യാൻ അവിടെ ഒരു TT ഉണ്ടായിരുന്നു. അപ്പം അതിൽ ലഗേജൊക്കെ കയറ്റി നേരെ ഹോട്ടലിലെത്തി. ഒരു രാത്രി മാത്രം കിടന്നുറങ്ങാൻ എടുത്തൊരു റൂം. ഹായ് ജാനു. അത് നല്ലൊരു അടിപൊളി റൂമായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അവിടെ ഒത്തിരി ടൈമില്ല. ദേ വന്ന് ഫുഡ് കഴിച്ച് കിടന്നുറങ്ങണം. രാവിലെ ഒരു 7:30 ആകുമ്പം ഇവിടെ നിന്ന് തിരിക്കണം. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാനെത്തി. ആക്ച്വലി വന്ദേ ഭാരതിൽ ഫുഡ് ഉണ്ടായിരുന്നു. കുറേ ഫുഡാണെങ്കിലും എല്ലാവരും കഴിച്ചു. ആർക്കും വിശപ്പില്ല. അപ്പം ആരും ഫുഡ് വേണ്ടാവോ, ഇനി വിശപ്പില്ല, ഫുഡ് വേണ്ട എന്നൊക്കെ പറഞ്ഞാണ് വന്നത്. പക്ഷേ ഈ റെസ്റ്റോറൻറ്റ് കണ്ടു
ഫുഡ് കണ്ടപ്പോഴത്തേക്കും എല്ലാവർക്കും ഫുഡ് വേണം. അവിടെയാണെങ്കിൽ ബുഫേ ആയിരുന്നു, അത്യാവശ്യം നല്ല ഫുഡും ആയിരുന്നു. അപ്പം എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫുഡ് കഴിച്ചു. ആർക്കും വിശപ്പില്ല, ഒന്നും വേണ്ട, കിടന്നുറങ്ങാമെന്നും പറഞ്ഞ് വന്നിട്ട് ഞാൻ ഉൾപ്പെടെ എല്ലാവരും നല്ല രീതിയിൽ ഫുഡും കഴിച്ചു. കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു, സ്വീറ്റ്സും എന്തൊക്കെയോ ഉണ്ടായിരുന്നു. കഴിക്കാൻ പറ്റും, നമുക്ക് സങ്കടമായിപ്പോയി വന്ദേ ഭാരതിലെ ഫുഡ് കഴിച്ചു പോയല്ലോ എന്ന് ഓർത്തിട്ട്. പിന്നെ അതൊക്കെ കഴിച്ചിട്ട് ഇനിയിപ്പോൾ ഇന്ന് രാത്രി കിടന്നുറങ്ങി. രാവിലെ എണീറ്റ് ഇവിടെ നിന്ന് തിരിക്കണം, അതാണൊരു വിഷമം. രാവിലെ ഒരു 7:30 ആകുമ്പോൾ ഇവിടുന്ന് ജമ്മുവിലേക്ക് തിരിക്കണം എന്നുള്ളതാണ്, ജമ്മുന്ന് ശ്രീനഗറിലേക്ക് തിരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു തീരുമാനം. അപ്പോൾ ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ അതേ നേരം എടുത്തു, ഞങ്ങൾ റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. ഇവിടെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ആണ്, അപ്പോൾ അത് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഇത് ഭയങ്കര നല്ലൊരു ഹോട്ടലായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് അവിടെ ഒന്ന് മര്യാദയ്ക്ക് നിൽക്കാനുള്ള സമയം കിട്ടില്ല, ഹോട്ടലിൽ നിന്ന് കാണാൻ കൂടിയുള്ള സമയം കിട്ടിയിട്ടില്ല. ജസ്റ്റ് കിടന്നുറങ്ങി. രാവിലെ രാത്രി വന്ന് ഫുഡ് കഴിച്ചു, കിടന്നുറങ്ങി. രാവിലെ ഇതേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. ഇനിയിപ്പം കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങണം. അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് മെനു ആണെങ്കിൽ അടിപൊളിയായിരുന്നു, പക്ഷെ ഒന്നും കഴിക്കാൻ പറ്റിയില്ല. രാവിലെ നേരം വെളുക്കുന്നതിന് മുന്നേ എന്ത് കഴിക്കാനാണ്? സേമിയ പായസം വരെ ഉണ്ടായിരുന്നു രാവിലെ തന്നെ, എന്തൊക്കെയോ ഉണ്ടായിരുന്നു. നമുക്കൊന്നും കഴിക്കാൻ പറ്റില്ല. ഒരു കോഫിയും ഒരു ഓംലെറ്റും പിന്നെ എന്തോ സാൻഡ്വിച്ചും എന്തോ കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. അതൊരു വലിയ വിഷമമായി പോയി. Day 3 Jammu vibes. Bye bye Jammu. Bye bye പറയാ, ഹായ് പറയാ. ഹായ് അമ്മ, മമ്മി, 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 അമ്മ, അമ്മ, ഹായ്. എങ്ങനെയുണ്ട് ജമ്മു? സൂപ്പർ. എന്താ കണ്ടേ? എവിടെയാ പോന്നേ? എവിടെ പോന്നേ? കാശ്മീർ, 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 കാശ്മീർ. ഏറ്റവും ലാസ്റ്റ് കയറിയവൻ. എല്ലാരും കൂടി ഒന്ന് പറഞ്ഞേക്കണേ, എന്താണ് ചേച്ചി ഇത് എത്ര നേരായത്? അതെന്റെ സീറ്റാ. ഹോഗ്യ. അങ്ങനെ രാവിലെ നമ്മൾ ജമ്മുന്ന് നേരെ ശ്രീനഗറിലേക്കുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഇവിടുന്നും നമ്മളൊരു ടെമ്പോ ട്രാവലർ ബുക്ക് ചെയ്തിട്ടുണ്ട്, നമ്മുടെ പാക്കേജിൽ തന്നെ ഉള്ളതായിരുന്നു. ഇനി ഒരു 1 വീക്ക് ഈ ടെമ്പോ ട്രാവലറിലാണ് നമ്മളുടെ എല്ലാ സ്ഥലത്തേക്കുള്ള യാത്ര. തിരിച്ച് ഞങ്ങൾ ജമ്മു റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യുന്നവരെ ഈ ടെമ്പോ ട്രാവലറിലാണ് നമ്മൾ എല്ലായിടത്തും പോകുന്നത്. പിന്നെ 1 വീക്ക് ഇതിലായിരിക്കും.
ഞങ്ങൾ രാവിലെ ഒരു 8:30 ഒക്കെ ആയപ്പോൾ തിരിച്ചതായിരുന്നു. രാവിലെ തന്നെ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. ഇന്നലെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയപ്പോഴും നല്ല തണുപ്പായിരുന്നു. അപ്പം टंडल चिरैनी टंडल है ये। टनल है, हाँ। हाँ, ये 9 किलोमीटर है। 9 किलोमीटर फुल। ഇപ്പം ഞങ്ങൾ കയറിയത് ശ്രീനഗറിലേക്ക് നമ്മൾ പോകുമ്പോഴുള്ള ആദ്യത്തെ ടണലാണ്. ഇങ്ങനത്തെ കുറേ ടണലുകൾ ഇവിടെ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഒരുപാട് കൺസ്ട്രക്ഷൻസ് നടക്കുന്നുണ്ട്, റോഡ് വൈഡനിങ്, ഹൈവേയുടെ പണി നടക്കുന്നുണ്ട്, പാലങ്ങൾ വരുന്നുണ്ട്. ജമ്മു ഇനിയിപ്പോൾ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പോണ വഴിക്ക് ഞങ്ങളൊരു ധാബയിൽ നിർത്തി എന്തെങ്കിലും ചായയോ എന്തെങ്കിലുമോ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പം കുറച്ച് പേര് ചായ കുടിച്ചു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ രാജ്മ ചാവൽ മേടിച്ച് കഴിച്ചു. ഇവിടം തൊട്ടാണ് മക്കളെ നമ്മുടെ ഫുഡിൻ്റെ ഇതെല്ലാം തെറ്റുന്നത്. ഇവിടം തൊട്ട് രാജ്മ ചാവൽ, ബ്രെഡ് ഇതൊക്കെയാണ് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ ജമ്മുന്ന് ശ്രീനഗറിലേക്കുള്ള യാത്ര നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ. ഒന്നാമത് ഞങ്ങൾ രാവിലെയാണ് യാത്ര ചെയ്തത്. പിന്നെന്ന് വെച്ചാൽ നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ടയർഡ്നെസ് ഒന്നും ഫീൽ ചെയ്തില്ല. പിന്നെ കാണാൻ രണ്ട് സൈഡ് നല്ല സീനറീസ് ആയിരുന്നു. റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു, അവിടെ ഹൈവേയുടെ വർക്കും ഒരുപാടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും കാണാൻ നല്ല ഭംഗിയായിരുന്നു. രണ്ട് സൈഡും കാണാനും ഭയങ്കര ഭംഗിയുള്ള നല്ലൊരു എന്താ ഭയങ്കര പ്രകൃതി നല്ല ഭംഗിയുള്ള ഒരു കുറച്ച് സ്ഥലങ്ങളൊക്കെയാണ് നമ്മൾ കടന്നു ഇങ്ങനെ പോകുന്നത്. പിന്നെ ഈ നമ്മൾ എന്താ സിനിമയിലൊക്കെ കാണുന്ന പോലെ കാശ്മീരി വീടുകളും അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ പോകുന്ന വഴിക്ക് ഫുൾ ആർമി ആയിരുന്നു, രണ്ട് സൈഡും നിറച്ച ആർമീസ് ഉണ്ടായിരുന്നു. ശ്രീനഗറിലോട്ട് എത്തുമ്പോഴത്തേക്കും അതിങ്ങനെ കൂടി 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 വരികയായിരുന്നു. ഞങ്ങൾ ആർമിയുള്ള സ്ഥലത്തൊന്നും അധികം എടുത്തില്ല. ഇനി അതിന് എന്തെങ്കിലും ഷൂട്ട് ചെയ്യുമ്പം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അങ്ങനെ അത് ഞങ്ങൾക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ അതൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ല. എന്നിട്ട് പിന്നെ അങ്ങോട്ടും പോകും തോറും പച്ചപ്പൊക്കെ കൂടി കൂടി വന്നു. പിന്നെ ദൂരെ മഞ്ഞ് സ്നോ കണ്ടു തുടങ്ങി. അപ്പോഴത്തേക്കും ദൂരേക്ക് സ്നോ കണ്ടു തുടങ്ങിയപ്പോൾ ഞങ്ങളൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. കാരണം ഞങ്ങൾ ഫസ്റ്റ് സ്നോ കാണുന്നതാണല്ലോ. അപ്പൊ ഡ്രൈവർ ഞങ്ങളിങ്ങനെ കളിയാക്കുമായിരുന്നു, നിങ്ങൾ ഇവിടുന്ന് സ്നോ കൊണ്ട് ഇത്രയും എക്സൈറ്റ്മെന്റ് ആയ മുകളിലോട്ട് ചെല്ലുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. പക്ഷെ നമ്മൾ ഫസ്റ്റ് ടൈം, ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് സ്നോ കാണുന്നത്. അപ്പം എനിക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഈ ഇതിൽ കാണുമ്പോൾ തന്നെ എനിക്ക് ആ യാത്ര പിന്നെയും ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ട്. നല്ലൊരു യാത്രയായിരുന്നു. പിന്നെ അടുത്ത ടണലെത്തി. ആ ടണലങ്ങ് കയറി ഇറങ്ങിയപ്പോഴത്തേക്കും പിന്നെ അങ്ങോട്ട് ഫുൾ സ്നോ ആയിരുന്നു. അത് കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം, മനസ്സിനകത്തൊരു എന്തോ ഭയങ്കര സന്തോഷം. പിന്നെ ഫുൾ സീനറി. ശ്രീനഗർ എത്തുന്നവരേക്കും പിന്നെ അങ്ങോട്ടുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്ര അടിപൊളി വ്യൂ ആയിരുന്നു. നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നത് തുലിപ് ഗാർഡൻസിലാണ്. കാര്യം നമുക്ക് തുലിപ് ഗാർഡൻസ് വേറെ ടൈമില്ല കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഈവനിങ് തുലിപ് ഗാർഡൻ കാണാമെന്ന് പറഞ്ഞിട്ട് നേരെ തുലിപ് ഗാർഡനിലേക്ക് പോവാണ്. അവിടെ ടിക്കറ്റ് ഉണ്ട്. ടിക്കറ്റ് എടുത്ത് നേരെ തുലിപ് ഗാർഡനിലോട്ട് കയറി ഞങ്ങള്. പിന്നത്തേക്ക് വയ്ക്കുന്നത് വളരെ ഇതാണ്. ഈ തുലിപ് ഗാർഡൻ എത്തിയപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര ടയേർഡായി. കാര്യം ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. ഈവനിങ് ഒരു 4:30 ആയി. രാവിലെ 7:30 ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയതാ. ഇടയ്ക്ക് ഇവരൊക്കെ എന്തൊക്കെയോ കഴിച്ചു. എനിക്ക് വയറിന് അത്ര ഒരു ഇതില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഫുഡൊന്നും കഴിച്ചില്ല. അപ്പം ഞാൻ ഭയങ്കര ടയേർഡ്, എനിക്കൊരു മൂഡില്ലാണ്ട് അവിടെയൊക്കെ നടന്നത്. എനിക്ക് തലവേദന, മൈഗ്രെയിൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ, പറയാണ്ടിരിക്കാൻ. എനിക്കതൊന്നും ആസ്വദിക്കാനൊന്നും പറ്റിയില്ല. മര്യാദയ്ക്ക് 2 ഫോട്ടോസ് പോലും അവിടെ നിന്ന് എടുക്കാൻ പറ്റിയില്ല. ഭയങ്കര ഭംഗിയായിരുന്നു. എനിക്കത് കണ്ണ് ഇങ്ങനെ മൈഗ്രെയിൻ ആയിട്ട് കണ്ണൊന്നും കറക്റ്റ് അങ്ങോട്ട് വർക്ക് ആവുന്നില്ലായിരുന്നു. അപ്പൊ എനിക്ക് അതിന്റെ ഭംഗിയൊന്നും കറക്റ്റ് ആസ്വദിക്കാനൊന്നും പറ്റിയില്ല. പക്ഷെ ഭയങ്കര ഭംഗിയായിരുന്നു. ഇങ്ങനെ നോക്കത്താ ദൂരത്തോളം പല കളറിലെ തുലിപ്സും പിന്നെ സൈഡിൽ മലയും അതിന് മുകളിൽ മഞ്ഞും ഒക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു കാണാൻ.
എൻ്റെ എൻജിൻ ഔട്ട് കംപ്ലീറ്റ്ലി ആയതുകൊണ്ട് എനിക്ക് തുലിപ് ഗാർഡൻസ് അധികം വീഡിയോ ഫോട്ടോസും ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കുറച്ച് ഫോട്ടോസ് ഉണ്ട്, അതൊക്കെ ഞാനിവിടെ വെക്കുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ, അധികം വീഡിയോസ് ഒന്നുമില്ല. ഈ തുലിപ് ഗാർഡൻസിൽ നിന്ന് നേരെ പിന്നെ ഞങ്ങൾ പോയത് അവിടുന്ന് ഫുഡ് കഴിക്കാൻ നോക്കിയിട്ട് മേടിച്ചൊക്കെ പന്ന ഫുഡായിരുന്നു, അതുകൊണ്ട് ഒന്നും കഴിക്കാൻ പറ്റിയില്ല. ദോശയൊക്കെ ഒരുമാതിരി പപ്പടം പോലെ ഇരിക്കുമായിരുന്നു. എന്നിട്ട് നേരെ റൂമിലേക്ക് പോയി. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ശ്രീനഗറിലെ ഹോട്ടൽ ഒരു അടിപൊളി ഹോട്ടലായിരുന്നു. പക്ഷെ അതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാര്യം അന്നത്തെ ദിവസം ഞാൻ ഫ്ലാറ്റായിപ്പോയി. ഇവിടുന്ന് നേരെ റൂമിൽ പോയപ്പോഴത്തേക്കും എനിക്ക് വോമിറ്റിംഗ് ഒക്കെ ആയി. പിന്നെ ഞാൻ പോയത് നേരെ ഹോസ്പിറ്റലിലേക്കാണ്. അവിടെ പോയി ട്രിപ്പ് ഇട്ടു, ഇഞ്ചക്ഷൻ എടുത്തു, നേരെ റൂമിൽ പോയി. അങ്ങനെ അന്നത്തെ ദിവസം ഖതം.